ഇഷ്ടല്ല മടിയാണ് എനിക്ക്. ഇത് ഇങ്ങനെയൊന്നും അല്ലടാ. തലതിരിഞ്ഞു, സോറി. ഗ്രീൻ ടീയുടെ ഒക്കെയാണ്. ഗ്രീൻ ടീയുടെ ഒക്കെ എന്താ ഉപയോഗം കൂടെ എനിക്ക് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. കിട്ടുന്നല്ലേ, നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നത്. ഹലോ ഗായ്സ്, അപ്പൊ ഉണ്ടല്ലോ എനിക്കിന്നൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അൺബോക്സ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ കുറെ നാളായി ലെങ്തി വീഡിയോ ഇട്ടിട്ട്. അപ്പൊ ഇതങ്ങനെ ചെയ്യാൻ എനിക്കുണ്ടല്ലോ ഈ സ്കിൻ കെയറും ഫേസ് കെയർ ഒക്കെ ചെയ്തിട്ട് ഒരു വശമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാറേ ഇല്ല. എനിക്ക് ഇഷ്ടമല്ല മടിയാണ് എനിക്ക്. എന്നും ഒരേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, റിപ്പീറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കര മടിയുള്ള ഏർപ്പാടാണ്. പക്ഷെ ഞാനുണ്ടല്ലോ ഹോസ്റ്റലിലേക്ക് മാറിയല്ലോ. അവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട്സിന്റെ ക്രീമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തപ്പോഴത്തേക്കിനും സ്കിന്നിന് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ തോന്നി. മാത്രമല്ല കുറച്ചൊരു വ്യത്യാസമൊക്കെ, എനിക്ക് കുറച്ച് ചെറിയ പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു, ആക്നെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറഞ്ഞ പോലെ എനിക്ക് തോന്നിയായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് 1 വീക്ക് യൂസ് ചെയ്തപ്പോഴത്തേക്കിനും അത്രയും കുറച്ചൊക്കെ മാറ്റം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും മേടിക്കാന്ന്. അങ്ങനെ അവളുടെ കണ്ടിട്ട് ഞാൻ മേടിച്ചതാട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാൻ കുറച്ചാളെ ഓർഡർ ചെയ്തിട്ട്, പക്ഷെ ഞാൻ തന്നെ മറന്നുപോയി ഞാൻ എന്താ ഓർഡർ ചെയ്തതെന്ന്. ഇന്ന് സാധനങ്ങളൊക്കെ വന്നു. അപ്പൊ എന്താന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ ഇതാട്ടോ വന്നത്. നമുക്ക് എന്താ നമ്മൾ നോക്കാം. കത്രിക, ഞാൻ ഇതിലൊരു താജ്മഹൽ പണി. ഓ, ഇതൊത്തിരി ഉണ്ടല്ലോ. കാണിച്ചുതരാം. പ്ലമ്മിന്റെ സാധനങ്ങളാട്ടോ ഞാൻ മേടിച്ചേക്കുന്നത്. കണ്ടോ, ഇങ്ങനെയല്ലേ, തലതിരിഞ്ഞു, സോറി. പ്ലമ്മിന്റെ മേടിച്ചത്. ഫസ്റ്റ് ടോണർ മേടിച്ചിട്ടുണ്ട്. കണ്ടോ, ടോണർ നയാസിനമൈഡിന്റെ 3% നയാസിനമൈഡ് ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല പറയാൻ. ടോണറാണ്, അതറിയാം. ഫേസിൽ തേക്കുന്നതാണ്, അതും അറിയാം. അല്ലാണ്ട് ഇതിൻ്റെ ഇതെന്താണ്, ലൈക്ക് ഇതുകൊണ്ടിട്ട് നമുക്ക് എന്ത് പറ്റും, അല്ല നമുക്ക് എന്തൊക്കെ ഗുണമുണ്ടെന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയത്തില്ല. എൻ്റെ ഫേസ് ഉപയോഗിച്ചപ്പോഴത്തേക്കിനും യൂസ് ചെയ്തപ്പോൾ കുറച്ചൊക്കെ ആക്നിക്കൊക്കെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഓർഡർ ചെയ്തതാണ്. ബട്ട് എല്ലാവരും സ്കിൻ ഒരേപോലെ ആയിരിക്കത്തില്ല. കാരണം എൻ്റെ വേറൊരു ഫ്രണ്ട് പ്ലമ്മിൻ്റെ യൂസ് ചെയ്തപ്പോൾ അവൾക്ക് വലിയ സ്കിന്നിൽ കുരുവൊക്കെ വന്നു, പിമ്പിൾസ് ഒക്കെ വന്നു. അപ്പം എല്ലാവരും സ്കിന്നും ഒരേപോലെ ആയിരിക്കത്തില്ലല്ലോ. എനിക്കിത് എന്തായാലും ഓക്കെ ആയിട്ട് തോന്നി. അപ്പം ഞാൻ മേടിച്ചു ടോണർ. നെക്സ്റ്റ് നയാസിനമൈഡ് 2% ഉള്ള പ്ലമ്മിൻ്റെ എണ്ണ. ഇതേതാ നോക്കട്ടെ. ഫേസ് വാഷ് ആണ്, കണ്ണാണെന്നില്ല. ഫേസ് വാഷ്, എന്താണ് ഈ ഫേസ് വാഷ്? ഇത് സൺസ്ക്രീൻ. ഇത് ശരിക്കും ഉണ്ടല്ലോ ഞാൻ മേടിച്ചല്ല, ഫ്രീബി ആണ് ഇത്. എത്രയോ ഇതിൻ്റെ ഓർഡർ ചെയ്തപ്പോഴത്തേക്കിനും കിട്ടിയതാണ്, ഫ്രീ കിട്ടിയത്. പിന്നെ ഫ്രീ കിട്ടുന്നത് നമുക്ക് മലയാളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഇത് കിട്ടി. ഓപ്പണാണല്ലോ. സൺസ്ക്രീനിലും നയാസിനമൈഡിൻ്റെ 2%. എല്ലാത്തിലും റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡിൻ്റെ ആട്ടോ എല്ലാം. ലൈക്ക് ഫേസ് വാഷ് ആണെങ്കിലും ടോണർ ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും SPF 15 PA+++ ആണ്. നല്ലതാണല്ലോ, അതുകൊണ്ടാണല്ലോ അവൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഉള്ളത് റെറ്റിനോളിൻ്റെ ഒരു സിറമാണ്. ഇതെന്താ ഞാൻ മേടിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീൽ കണ്ടു, ആരുടെയും ഞാൻ ഓർക്കുന്നില്ല. ലൈക്ക് അതിൽ പറയുന്നുണ്ട് റെറ്റിനോൾ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനൊക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു റീൽ കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നൈറ്റ് ക്രീമോ അല്ലെങ്കിൽ സിറം യൂസ് ചെയ്യുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കണ്ടിട്ടാണ് റെറ്റിനോൾ 1% ഉള്ള ഞാൻ ഈ ഒരു സിറം മേടിച്ചത്. യൂസ് ചെയ്ത് നോക്കട്ടെ എന്താണെന്ന് അറിയാം. നെക്സ്റ്റ് ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് പ്ലമ്മിൻ്റെ തന്നെയാണ്. ഞാൻ ഇതൊരു പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈം. ഇത് ജെൽ ബേസ്ഡ് ആണോ ക്രീം ബേസ്ഡ് ആണോ എന്നറിയില്ല. ജെൽ ക്രീം ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിലതെ നയാസിനമൈഡും റൈസ് വാട്ടറും ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാൻ. സാധാരണ ഇതിൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല. വേറെ ഒക്കെയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണെന്ന് അറിയില്ല. യൂസ് ചെയ്ത് നോക്കട്ടെ. കുറേ ഉണ്ടല്ലോ ഇത്. ഇതും അതെ, ഫ്രീ ആയിട്ടിട്ടില്ല, ഫ്രീബിയ. ലൈക്ക് ഇതിൽ എന്തൊക്കെയാ വരുന്നത് വെച്ചാൽ, ഇത് ഗ്രീൻ ടീനും നയാസിനമൈഡിൻ്റെയും തന്നെ വരുന്നതാണ്. മോയ്സ്ചറൈസറും സൺസ്ക്രീനും പിന്നെ ഫേസ് വാഷും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു മിനി പാക്ക് ഉണ്ടാവും, ട്രാവൽ കിറ്റ്. അത് കിട്ടിയതാണ്.
ഇത് നമ്മുടെ നയാസിനിമയുടെ തന്നെ ഫേസ് സിറം. AM വേണ്ടിയിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. കാരണം നൈറ്റ് ഞാൻ റെറ്റിനോൾ മേടിച്ചല്ലോ. ഇതിലതേ ഇത് നല്ലതാ. എൻ്റെ ആളെ ഞാൻ യൂസ് ചെയ്തപ്പോൾ നല്ലതായിരുന്നു. അപ്പോൾ ഇത് അങ്ങനെ വെച്ചത് എനിക്ക് കേട്ടോ. എൻ്റെ സ്കിന്നിന് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കിനും എനിക്കിത് കുറച്ച് നല്ലതായിട്ട് തോന്നി. ലൈക്ക് എൻ്റെ ആക്നെയൊക്കെ കുറഞ്ഞ പോലെയും സ്കിന്നിന് കുറച്ചൊരു ഗ്ലോ വന്ന പോലെ എനിക്ക് തോന്നി. അതെനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ഓർഡർ ചെയ്തത്. എല്ലാവരും സ്കിന്നും ഒരേപോലെ ആയിരിക്കത്തില്ല, ഞാൻ പറഞ്ഞല്ലോ. വേറെ ഡിഫറെന്റ് യൂസ് ചെയ്തപ്പോഴത്തേക്കും അവർക്ക് തീരെ പറ്റിയില്ലായിരുന്നു. സോ ഓരോരുത്തരും ഓരോരോ സ്കിന്നാണല്ലോ അല്ലേ. നെക്സ്റ്റ് എന്താ? നെക്സ്റ്റിൻ്റെ തന്നെ നൈറ്റ് ജെല്ല് ഞാൻ മേടിച്ചതും ഫസ്റ്റ് ടൈമാണ്. എനിക്കറിയത്തില്ല ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് എനിക്കറിയത്തില്ല. വല്ലപ്പോഴും ഇങ്ങനെ പുരട്ടും, പിന്നെ ഞാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. പുരട്ടി നോക്കണ്ടെല്ലാം കൂടെ. ഇതൊരു നൈറ്റ് ജെല്ലാണ്. ഗ്രീൻ ടീയുടെ ഒക്കെയാണ്. ഗ്രീൻ ടീയുടെ ഒക്കെ എന്താ ഉപയോഗം എന്നും കൂടെ എനിക്കറിയത്തില്ല കേട്ടോ. ഇതും ഫ്രീ കിട്ടിയതാ. മറ്റേ ഐക്കോണിക് ഇല്ലേ കാജളും കിട്ടി. പ്ലമ്മിൻ്റെ കാജൽ ഫ്രീ കിട്ടിയതാ. എനിക്കിതൊന്നും ലൈക്ക് കാജലൊക്കെ ഞാൻ വല്ലപ്പോഴൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതായിരുന്നു. ഫ്രീ കിട്ടുമ്പോൾ നമുക്ക് വേണമെന്ന് പറ്റില്ലല്ലോ, കിട്ടുന്നതല്ലേ, നമ്മൾ പൈസ കൊടുത്ത് മേടിക്കുന്നത്. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. എനിക്കുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഞാൻ പേഴ്സണലി ഞാൻ യൂസ് ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യും. ഞാൻ മാറ്റിക്കൊണ്ടേയിരിക്കും എൻ്റെ ഫേസ് വാഷ്. എനിക്ക് ചിലതൊന്നും പറ്റത്തില്ല. എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പൊ എനിക്ക് കണ്ടതും ഇതൊക്കെ എടുത്ത് പുരട്ടിക്കാൻ എനിക്ക് ഒട്ടും പറ്റത്തില്ല. അപ്പൊ ഞാൻ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. ഞാൻ ചിലപ്പോൾ അവരും കണ്ടിട്ട് നല്ലതാന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഫേസ് വാഷ് മേടിച്ചാൽ എപ്പോഴും എനിക്ക് പണി കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് പരിചയം. അതിൽ ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്യുന്നതല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് കണ്ടപ്പോഴത്തേക്കും ഒരു ആവേശകുമാറായിട്ട് ഞാൻ മേടിച്ചതാണ്. ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയില്ല. പിന്നെ എനിക്ക് ഇതിൻ്റെയൊക്കെ ഇത് യൂസ് ചെയ്ത എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു ഗുണങ്ങളൊക്കെ പറയാൻ എനിക്ക് അറിയില്ല. ആക്ച്വലി ഞാനിതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ആകെ 1 വീക്ക് അവിടെ നിന്ന് യൂസ് ചെയ്തതിനാണ് ഞാൻ ഇവിടെ പോയി ഇതൊക്കെ മേടിച്ചത്. ഇതൊക്കെ ഞാൻ എത്ര നാൾ പെരട്ടെന്ന് പോലും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ ലൈക്ക് ഓരോരുത്തരുടെ സ്കിന്നിൽ ഞാൻ ഒരിക്കലും ഒരാളെയും പ്രൊമോട്ട് ചെയ്യില്ല ഇന്ന പ്രൊഡക്റ്റ് മേടിക്കാൻ. ബിക്കോസ് എല്ലാവരുടെയും സ്കിന്ന് പല സ്കിൻ ടൈപ്പ് ആയിരിക്കും. ചിലരുടെ സെൻസിറ്റീവ് ആയിരിക്കും, ഓയിലി ആയിരിക്കും, കോമ്പിനേഷൻ ആയിരിക്കും. അപ്പൊ പലർക്കും പല സ്കിന്നായിരിക്കും, ഡ്രൈ ആയിരിക്കും. എൻ്റെ ഒരു സെൻസിറ്റീവ് സ്കിന്നാണ്. അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയാ ഓയിലിയും കൂടെ ആണ്. എൻ്റെ ബോഡി ഭയങ്കര ഡ്രൈ ആണെങ്കിലും ഫേസ് ഭയങ്കര ഓയിലിയാണ്. അപ്പോ ഒരാളെയും ലൈക്ക് ഞാനിങ്ങനെ പറയത്തില്ല ഇത് യൂസ് ചെയ്യാൻ നല്ലതായിരിക്കും. കാരണം പലർക്കും പല സ്കിൻ ടൈപ്പ് ആയിരിക്കും. നോക്കി മേടിക്കുക, അതേ ഞാൻ പറയുന്നുള്ളൂ. ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ. ബാക്കി വീഡിയോസും ബാക്കി വിശേഷമായിട്ട് ഇതൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്നുകൂടെ ഞാൻ പരത്തിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഞാൻ ബാക്കിയുള്ള വീഡിയോ പറയാം. അപ്പൊ ഇന്ന് ഇത്രേ ഉള്ളൂ. ബാക്കി വിശേഷമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാൻ. ബൈ ബൈ.